guys, good morning. Welcome to Life Unfiltered. ഇന്ന് നമ്മൾ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അത്ര സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല, പക്ഷേ എനിക്കറിയാവുന്ന സ്കിൻ കെയർ റൂട്ടീനും ഞാൻ ഫോളോ ചെയ്യുന്ന റൂട്ടീനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. ബിക്കോസ് ഞാനിത് ട്രൈ ചെയ്ത് തുടങ്ങിയ സമയത്ത് കുറേ സോഴ്സസ് കണ്ട് അത് ട്രൈ ചെയ്യ് അങ്ങനെ കുറേ കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആയി. ലാസ്റ്റ് ഞാൻ തന്നെ എൻ്റെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി ഐ ഫൗണ്ട് എ റൂട്ടീൻ ഫോർ മൈസെൽഫ്. എൻ്റെത് ഭയങ്കര ഡ്രൈ സ്കിൻ ആണ്. സോ ഞാൻ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എസ്പെഷ്യലി ഐ വോണ്ട് ടു സജസ്റ്റ് ഞാൻ പറയില്ല, ബട്ട് ഐ വിൽ ഷോ യു ഹൗ മൈ സ്കിൻ കെയർ റൂട്ടീൻ ഇസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഇനി നിങ്ങൾ കുളിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ കുളിച്ചിട്ടല്ല എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഇത്, ക്ലെൻസിങ് വൈപ്സ്. ബിക്കോസ് നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ ഫേസിലൊക്കെ ഒരുപാട് ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബിക്കോസ് നിങ്ങൾ പുറത്ത് പോയിട്ടും ചില അതേപടി കിടക്കുന്നവരുണ്ടാവും, ചില സ്കിൻ കെയർ ചെയ്യുന്നവരുണ്ടാവും. ബട്ട് സ്റ്റിൽ എനിവേസ് രാവിലെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ട് അത് ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ ക്ലെൻസർ ഞാൻ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. കറന്റ്ലി നമുക്ക് സ്കിൻ കെയർ ഇതിനു വേണ്ടിയുള്ള വൈപ്സ് ആണിത്. ദിസ് ഈസ് നോട്ട് എ നോർമൽ വെബ് വൈപ്പ്. ഇത് ന്യൂട്രോജനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് ക്ലെൻസർ ആണ്. ഇത് നമുക്ക് മേക്കപ്പ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സ്കിന്നിലെ ഡേർട്ടൊക്കെ കളഞ്ഞു ക്ലീൻ ആക്കാനുള്ള സാധനം. സോ ഇത് നമ്മൾ ആദ്യം എടുത്ത് മുഖം നന്നായി തേച്ചൊരച്ച് കഴുകാത്തവർ തുടയ്ക്കുക. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതെല്ലാം തേച്ചു. ക്ലെൻസിങ് ഇനീഷ്യൽ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ക്ലെൻസർ യൂസ് ചെയ്തില്ല, പകരമാണ് ഞാനിത് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന് മുമ്പ് ക്ലെൻസിങ് യൂസ് ചെയ്യുന്നവരുണ്ട്, വിച്ച് യു ക്യാൻ യൂസ്, ഓർ ഫേസ് വാഷ്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് നിവ്യയുടെ ഡെർമ സ്കിൻ ക്ലിയർ ടോണറാണ്. ഇതിന്റെ റേഞ്ച് ഏകദേശം ഒരു 600 to 1000 വരുന്ന ഒരു ടോണറാണിത്. ഇനി ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ടോണർ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാം. പക്ഷെ ഇനിഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ സ്റ്റാർട്ടഡ് വിത്ത് ദിസ് വൺ. ഇനി നിങ്ങൾക്ക് ഇത് ഇത്തിരി പ്രൈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ട്രൈ ദിസ് വൺ. ആക്ച്വലി ദിസ് ഇസ് പ്ലമ്മിന്റെ റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് ടോണർ ആണ്. എൻ്റെ ഡ്രൈ സ്കിന്നിന് എനിക്കിത് അവൈലബിൾ ആവാതെ വന്നപ്പോൾ ഐ യൂസ് ദിസ് വൺ, വിച്ച് ഈസ് ഗുഡ്. ബട്ട് പിന്നെ എനിക്കിത് കിട്ടിയപ്പോൾ ഐ നെവർ വാണ്ടഡ് ടു യൂസ് ദാറ്റ് വൺ. സോ ഇതാണ് എൻ്റെ ടോണർ. ഇത് നമ്മൾ കോട്ടൺ പാഡിലാണ് നോർമലി എടുക്കാറ്, പക്ഷെ അത് ഞാൻ മറന്നുപോയി ഇവിടെ കൊണ്ടുവരാൻ. അതുകൊണ്ട് നമുക്ക് കയ്യിൽ 2-3 ഡ്രോപ്സ് ഇങ്ങനെ എടുക്കുക. നമ്മൾ ഒരിക്കലും ടോണർ ഒന്നും മറ്റേ തേച്ച് പിടിപ്പിക്കരുത്. ജസ്റ്റ് സ്കിന്നിലൊന്ന് പാറ്റ് ചെയ്ത് അബ്സോർവ് ആവാൻ വേണ്ടി ടോണർ. സോ ഇത് പെട്ടെന്ന് അബ്സോർവ് ആവുകയും ചെയ്യും. പിന്നെ ഞാൻ വേറെ ടോണർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ദിസ് ഈസ് ലാനേജിന്റെ ക്രീം സ്കിൻ സെറാപെപ്റ്റൈഡ് ടോണറാണ്. ഇത് തീർന്നു പോയതുകൊണ്ടാണ് നിങ്ങളിത് കാണിക്കാത്തത്. ഇതെനിക്ക് യൂസ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോണറാണ്. ബിക്കോസ് ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആണ്, ഇതിന്റെ ടെക്സ്ചർ സ്മൂത്ത് ആണ്. നമുക്കിപ്പോൾ ഒരു സെറം ഇല്ലെങ്കിൽ കൂടി അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ് ലാനേജിന്റെ. പക്ഷെ ഇതും ബിഗ് കോസ്റ്റ്ലി. ദിസ് കോസ്റ്റ് മോർ ദാൻ ഐ തിങ്ക് 1200 1600 ആ റേഞ്ചിൽ പോകുന്നതാണ്. പക്ഷെ ഇത്രേ ഉള്ളൂ സാധനം, ബട്ട് ഇറ്റ് ഈസ് വെരി എഫക്റ്റീവ്. എനിക്ക് ഇങ്ങനെ ചെറിയൊരു ഫാൻ ഉണ്ട് കേട്ടോ. ദിസ് വൺ ഐ ക്യാരി എവ്രിവെയർ. ബിക്കോസ് നമ്മളിപ്പോൾ എവിടെയൊക്കെ പോയിട്ട് സ്കിൻ കെയർ ചെയ്ത് എനിക്കിങ്ങനെ സ്കിൻ കെയറിന് നോർമലി ഓരോ പ്രൊഡക്റ്റ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഓരോ ലെയറിങ് കഴിയും 2-3 സെക്കൻഡ്സ് നമുക്ക് അബ്സോർപ്ഷന് വേണ്ടി വേണം. അപ്പം ഞാനിത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കും അഹങ്കാരമാണ്. അഹങ്കാരമല്ല. സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ചെയ്യണമെങ്കിൽ ഒരു 2-3 സെക്കൻഡ്സ് നല്ലപോലെ കാറ്റടിക്കണം. അത് ഫാസ്റ്റൻ ചെയ്യുന്നൊരു എക്യുപ്മെന്റ് ആണ് ഇത്. ഇതെനിക്ക് രാഹുൽ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ദിസ് ഇസ് കോസാറക്സിന്റെ സ്നെയിൽ മ്യൂസിയം. ഇതും ഒരു 1000 to 1500 റേഞ്ചിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ എൻ്റെ സ്കിന്നിന്, മൈ ഡ്രൈ സ്കിന്നിന് ദിസ് വാസ് ഹെൽപ്ഫുൾ. ബിക്കോസ് എൻ്റെ സ്കിന്ന് കുറച്ചധികം ഡ്രൈ ആയിരുന്നു, നല്ല ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചു കാലം UK ആയിരുന്നു. അപ്പോൾ എക്സ്ട്രീം ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളിൽ ഇഫ് യു യൂസ് ദിസ് നിങ്ങളുടെ സ്കിന്ന് കുറച്ചൊന്ന് സ്മൂത്ത് ആകും. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയൊരു പ്രൊഡക്റ്റ് ആണ് കോസാറക്സ്. ഇതെന്റെ 7th or 8th ബോട്ടിലാണ്, ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് ഐ യൂസ് ഇറ്റ്. ഐ ഫീൽ ദർ ഇസ് എ ഡിഫറൻസ് ഫോർ മൈ സ്കിൻ. സോ ഒരു 2 സ്ക്യൂസ് എടുക്കുക, ഒത്തിരി ഒന്നും വാരി തേക്കണ്ട. ഇതാണ് ഇതിന്റെ ടെക്സ്ചർ. ഇതിന്റെ വീഗൻ വേർഷനും അവൈലബിൾ ആണ് ഫോർ ദോസ് ഹൂ ആർ അഗെയിൻസ്റ്റ് കില്ലിങ് സ്നേക്സ്. ബട്ട് എനിക്ക് സ്നേക്സിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഐ ആം ഓക്കെ വിത്ത് ദി നോർമൽ വേർഷൻ.
ഇത് കേട്ട് മൃഗസ്നേഹികൾ എന്നെ ഒന്നും പറയില്ലല്ലോ അല്ലേ. പിന്നെ ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴും സ്കിൻ കെയർ ചെയ്യുമ്പോൾ ട്രൈ ടു യൂസ് യുവർ ഫിംഗേഴ്സ്. ഈ ഏരിയ, പാമിന്റെ ഈ ഏരിയ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആവുന്ന, അബ്സോർപ്ഷൻ കൂടുതലുള്ള ഏരിയ. സോ വാട്ട് എവർ തിങ് യു അപ്ലൈ ടു യുവർ സ്കിൻ, ഇഫ് യു യൂസ് ദിസ് ഏരിയ, പെട്ടെന്നത് ഈ ഏരിയ ആദ്യം അത് അബ്സോർവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക്, ഫേസിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ അത്രയും ക്വാണ്ടിറ്റി കുറഞ്ഞേ നമ്മുടെ ഫേസിൽ കിട്ടുള്ളൂ. സോ ഓൾവേസ് ട്രൈ ടു യൂസ് യുവർ ഫിംഗേഴ്സ് വെൻ യു യൂസ് ദി സ്കിൻ കെയർ പ്രൊഡക്ട്സ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ആണ് സിറം. സിറം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഓരോ ടൈപ്പാണ് എല്ലാവരും യൂസ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ആണ്. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കട്ടിയുള്ള തിക്നെസ് ഉള്ള സിറമാണ് യൂസ്ഫുൾ ആവുക. ഇത് നമ്പൂസിന്റെ നമ്പർ 4 കൊളാജൻ പുഡിംഗ് സിറമാണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് ഐ തിങ്ക് ഏകദേശം 1600-700 സംതിങ് ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. പക്ഷെ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇത് നമ്മൾ ശരിക്കും പറയുന്നത് ഡയറക്ട്ലി സ്കിന്നിലേക്ക് വെക്കരുതെന്ന് പറയും. ഈതർ യു ക്യാൻ അപ്ലൈ ഇറ്റ് ഹിയർ ഓർ യു ക്യാൻ അപ്ലൈ ഇറ്റ് ഹിയർ. പക്ഷെ ഞാൻ ഇതിന്റെ എളുപ്പത്തിന് സ്കിന്നിൽ വെക്കാറുണ്ട് കണ്ണാടിയിൽ കാണുമ്പോൾ. ഇപ്പൊ എനിക്ക് കണ്ണാടി ഇല്ലാത്തത് കൊണ്ട് ഐ വിൽ അപ്ലൈ ഇറ്റ് ഹിയർ. 1, 2, 3. ഈ സ്കിൻ കെയർ ഒക്കെ നമ്മൾ ഒരുപാട് വാരി പൂശേണ്ട ആവശ്യമില്ല. പൗഡറൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പൗഡർ ഇട്ട് കാച്ചി പോകുന്ന പോലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ്. ഇതും കുറച്ച് നല്ല മിൽക്കി ടെക്സ്ചറാണ്. എൻ്റെ സ്കിന്നിന് നല്ലപോലെ സോഫ്റ്റൻ ചെയ്ത ഒരു പ്രൊഡക്റ്റാണിത്. നമ്പൂസിൻ്റെ വേറെ നമ്പർ 3, നമ്പർ 5 ബ്ലെമിഷ് സിറം, പിന്നെ ആൻറ്റി സ്കാർ സിറം, അങ്ങനെ കുറേ സിറംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്പൂസിൻ ഇസ് എ നൈസ് ബ്രാൻഡ് ഫോർ മീ. ഇറ്റ്സ് എ കൊറിയൻ ബ്രാൻഡ്. ഇത്തിരി പ്രൈസിയാണ്, ബട്ട് ഇറ്റ് വർക്ക് ഫോർ മീ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കൊളാജനിലേക്ക് എത്തിയത്. കറന്റ്ലി ഐ എം യൂസിങ് ദി കൊളാജൻ വൺ, ബട്ട് ലെറ്റ്സ് സീ. പിന്നെ ഇതിന്റെ ബിഗിനർ ഫ്രണ്ട്ലി വേർഷൻസ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലമ്മിന്റെ തന്നെ നയാസിനമൈഡ് ആൻഡ് റൈസ് എക്സ്ട്രാക്ട് വരുന്ന സിറം ഉണ്ട്. യു ക്യാൻ യൂസ് ദാറ്റ് ഇഫ് യു ആർ എ ബിഗിനർ. സോ അപ്പം സിറം കഴിഞ്ഞു. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ടോപ്പ് സീക്രട്ട് ആൻഡ് വളരെ 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 ലൈഫ് സേവർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, വിച്ച് ഇസ് നൺ അതർ ദാൻ സെറാവേ. ഇതാണ് എനിക്ക് ഏറ്റവും വേറെ ഒന്നില്ലെങ്കിലും ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വേറെ എന്തില്ലെങ്കിലും ഐ ബി ഫൈൻ, ബട്ട് ഐ കാൻ ലീവ് വിത്തൗട്ട് ദിസ് വൺ, സെറാവേ. ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. സോ ഇത് ഐ ക്യാൻ സജസ്റ്റ് യു, ഐ ക്യാൻ വൗച്ച് ഫോർ സെറാവേ. ബട്ട് ബാക്കിയുള്ളത് ഐ എം നോട്ട് ഗോണ സജസ്റ്റ് യു ബിക്കോസ് ഇറ്റ് ഡിഫേഴ്സ് ഫോർ പീപ്പിൾ. ബട്ട് ദിസ് വൺ ഐ ക്യാൻ സജസ്റ്റ് യു എനി ടൈം. ഇതാണ് എനിക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയായി. ഇതിപ്പോൾ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് യൂസ്ഫുൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് സെറാവേ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ 3-4 ലേഴ്സ് വന്നപ്പോൾ തന്നെ കൈയുടെ ഒക്കെ ഒരു ഗ്ലോ ഉണ്ടോ, ഈ ഗ്ലോ ആണ് നമ്മുടെ ഫേസിന് കിട്ടുക. ഇതാണ് ഈ പറയുന്ന ഗ്ലാസ് സ്കിൻ. അല്ലാണ്ട് നമുക്ക് ലിറ്ററലി ഗ്ലാസ് സ്കിൻ നമുക്ക് കുറെ കാലം പോലെ കിട്ടണമെന്നില്ല. എനിവേസ്, അപ്പൊ നമ്മളാ ഇത് നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. ഇത് നമുക്ക് മറ്റേ ബോട്ടിൽ ടൈപ്പ് ലോഷൻ ആയിട്ടും കിട്ടും, ഇങ്ങനെ ക്രീമിലും കിട്ടും. ഇതിന്റെ ചെറിയ വേർഷൻ ഇതുപോലെ ട്യൂബ് വേർഷൻസും ഉണ്ട്. സോ ഇതിന്റെ പ്രൈസ് റേഞ്ചും ഒരു 1500 to 2000 റേഞ്ചിൽ വരും. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്, ഐ ആം ടെല്ലിങ് യു. ഇത് നമുക്ക് ഒരുപാടൊന്നും വരുത്തേക്കണ്ട. സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും തന്നെ നമുക്ക് ഒരുപാട് വരുത്തേക്കണ്ട. എല്ലാം കുറച്ച് ഞാൻ ഇങ്ങനെയാണ് തേക്കാറ് നോർമലി. എന്നിട്ട് ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. എനിക്ക് തന്നെ ഓർമ്മ വരുന്നത് മറ്റേ കോഴിയൊക്കെ വെയിലത്തിട്ട് മസാല പരട്ടി ഡ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ദിസ് ഇസ് സ്കിൻ കെയർ ഗൈസ്. സോ ഇതാണ് നമ്മുടെ സെറാവേ കൂടെ കഴിഞ്ഞിട്ടുള്ള ലുക്ക്. ഇത് ബിഗിനേഴ്സിനും എക്സ്പേർട്ട് സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റുകൾക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് സെറാവേ. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, ദിസ് ഇസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ അറ്റ് ഓൾ. ഈ പ്രൊഡക്ട്സിന്റെ ഒന്നിന്റെയും പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇതൊക്കെ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചാണ്. ഓക്കെ, ഇനിയും ബിഗിനേഴ്സിന് വേറെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് സിമ്പിളിന്റെ ഹൈഡ്രേറ്റിംഗ് ജെൽ ക്രീം. ദിസ് ഇസ് ഓൾസോ മോയ്സ്ചറൈസർ. ഇതിന്റെ ടെക്സ്ചറും സംവാട്ട് സിമിലർ ടു സെറാവേ. നോക്ക്, ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ നൈസ്.
ഇത് നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടാവുന്ന ഒരു സാധനമാണ്. സിമ്പിൾ. പിന്നെ ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ടാണ്. ദിസ് ഇസ് സെറ്റാഫിൽ. ഇതും ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. സെറാവെ പോലെ തന്നെയുള്ള ഒരു ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ബ്രാൻഡാണ് സെറ്റാഫിൽ. പിന്നെ കുറച്ചുകൂടെ ഓയിലിയാണ്, സെയിം റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട് സെറ്റാഫിൽ. ഇതും കുറച്ച് പ്രൈസിയാണ്, ഏകദേശം സിമിലർ ടു ദി റേഞ്ച് ഓഫ് സെറാവെ, ബട്ട് ദിസ് ഇസ് ഓൾസോ വർത്ത് ദ ഹൈപ്പ് എന്ന് ഞാൻ പറയും. സോ പിന്നെ ഇതാണ് ഏറ്റവും 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 ബേസിക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന വാസലിന്റെ ഗ്ലൂട്ടാഹയ. ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇത് എക്സ്ട്രീം ഡ്രൈ സ്കിൻകാർക്ക് അത്രയ്ക്ക് യൂസ്ഫുൾ അല്ല. ടെക്സ്ചർ ഒക്കെ നല്ലതാണ്, ഇടുമ്പോൾ ഇറ്റ് വിൽ ബി ഓൾ ഗ്ലോയി ആൻഡ് നൈസ് ആൻഡ് ദ ഫ്രാഗ്രൻസ് ഇസ് ഓൾസോ ലൈറ്റ് ആൻഡ് സ്മൂത്ത്. ഡ്രൈ സ്കിൻകാർക്ക് ഇതിന്റെ ആ ഒരു ടെക്സ്ചർ അധികം ലാസ്റ്റ് ചെയ്യില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് സംടൈംസ് ഐ യൂസ് ഇറ്റ് ഫോർ മൈ ഹാൻഡ്സ്, കാലിലൊക്കെ ഇടാനായിട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇത് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഇതും അഫോർഡബിൾ 325 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് വൺ തിങ്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, ഇതിപ്പം ഞാൻ ഇടേണ്ട ആവശ്യമില്ല, സൺസ്ക്രീൻ. ഇത് ബ്യൂട്ടി ഓഫ് സിയോന്റെ സൺസ്ക്രീൻ ആണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഐ തിങ്ക് ഇതിൻ്റെതും ഏകദേശം 1500-2000 വരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഭയങ്കര ഈസിയാണ്. എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ചെറിയൊരു ഒരു ബ്രൈറ്റ്നെസ്, ഒരു ചെറിയ മാറ്റ് ഫിനിഷ് ലുക്കൊക്കെ നിൽക്കുന്നത്. മാറ്റാണ്. സോ ഇതിന്റെ മാറ്റ് ഫിനിഷ് ലുക്ക് ഇതില്. ഇനിയും ബിഗിനേഴ്സിനാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഈ രണ്ട് സാധനങ്ങൾ. ഫോക്സ് ടെയിലിന്റെ ഡൂയി സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ പ്ലമ്മിന്റെ റൈസ് വാട്ടർ ആൻഡ് നയസനമൈഡ് സൺസ്ക്രീൻ. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. ഇത് യൂസ് ചെയ്യാത്തപ്പോൾ ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് പ്രൊഡക്ട്സ് ആണ് ആൻഡ് അഫോർഡബിൾ ഓൾസോ. നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാതെ നിങ്ങൾക്ക് സൂര്യതാപത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട സാധനമാണ് ലിപ് ബാം. ഇത് ലനേജിന്റെ ലിപ് ബാം ആണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് ഏകദേശം ഒരു 600-700 റേഞ്ച് എന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് എൻ്റെ ഭയങ്കര ഡ്രൈ ആൻഡ് ചാബ് ലിപ്സ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇത് ഞാൻ യൂഷ്വലി എപ്പോഴും നൈറ്റിലാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഡേ ടൈമിൽ ഞാനിത് യൂസ് ചെയ്യാറില്ല. കാരണം എന്ത് ഞാൻ കഴിച്ചാലും ഇതിൻ്റെ കൂടെ ഇത് വിഴുങ്ങുക എന്നുള്ളത് എൻ്റെ ഹോബിയാണ്. അപ്പം ഞാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിട്ട്, ഇത് ലിപ് മാസ്ക് ആണ് ആക്ച്വലി. പകൽ യൂസ് ചെയ്യാം, ബട്ട് യു ക്യാൻ വെയർ ഇറ്റ് അറ്റ് നൈറ്റ് ആൻഡ് സ്ലീപ്. സോ ഇതാണ് ലനേജിൻ്റെത്. ഇനി ബിഗിനർ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ആയിട്ട് നിങ്ങൾ ലിപ്പ് പ്രൊട്ടക്ഷന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് വാസലിൻ. ഹിമാലയയുടെ ചെറിയ ക്രീം ഉണ്ടാവും ട്യൂബിലുള്ളത്. അത് ഭയങ്കര അഫോർഡബിൾ ആണ്. ബട്ട് എനിക്ക് ഇനിഷ്യലി ഇറ്റ് വാസ് എഫക്റ്റീവ് ഫോർ മീ. പക്ഷേ എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആൻഡ് ചാപ്ഡ് ആയപ്പോൾ എനിക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ വാസലിൻ, ദാറ്റ് ഈസ് ഓൾവേസ് എ ലൈഫ് സേവർ വെൻ ഇറ്റ് കംസ് ടു ലിപ്. നിങ്ങൾക്ക് അത് എപ്പോഴും യൂസ് ചെയ്യാം. അതിനൊരു സൈഡ് എഫക്ട്സ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് കെയർ പ്രൊഡക്റ്റാണ് വാസലിൻ്റെ ലിപ് ബാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്കിൻ കെയർ പ്രൊഡക്റ്റ്. എൻ്റെ ഫേസിൽ ഗ്ലോ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ ആക്ച്വലി ലവ് ദിസ്. എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഒരു പ്രൊഡക്റ്റിൻ്റെയും പ്രൊമോഷൻ അല്ല, പബ്ലിസിറ്റി അല്ല, ഒന്നുമല്ല. ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഓക്കെ തന്നിട്ടുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സ്കിൻ കെയർ റൂട്ടീൻ. വീണ്ടും അടുത്ത റൂട്ടീനായിട്ട് കാണാം. ബൈ. ചെക്കിങ്, സൗണ്ട് ചെക്കിങ്. എടുക്ക്. ഓക്കെ, നേരം വെളുത്തിരിക്കുകയാണ്. കൂട്ടുകാരാണ് വേഗിച്ച് വെച്ചടക്കി കൊളാക്കരുത്. ഇവിടെ ഇരിക്കും, കണ്ടിരിക്കും. കൂട്ടുവിട്ടിരുന്നു.